ഇത് നമ്മളൊരു കല്യാണ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇടുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് നമ്മൾ ചെറിയ റിലേറ്റീവും കൂടിയാണ് കേട്ടോ അവർ. അതായത് ഇതിപ്പോൾ കല്യാണത്തിൻ്റെ മൊത്തം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് വീഡിയോസുകളെ കിട്ടിയിട്ടുള്ളൂ. നമ്മളെ സാധാരണക്കാരെ നാട്ടിൻപുറത്തുകാരുടെ കല്യാണ ദിവസം, തലേ ദിവസവും പിറ്റേ ദിവസമൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അതായത് ഹൽദിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയ തോതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ കുഞ്ഞാപ്പൂ എവിടെ ചെന്നാലും ഒരു സ്റ്റേജ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കുഞ്ഞാപ്പൂന്. അതായത് ആ കുട്ടികളെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗാനമേളയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് സൈഡിൽ ഒരാൾ ഭയങ്കര ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കുള്ളതും കുട്ടികളെ പരിപാടി, പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പറയാം. കുഞ്ഞാപ്പൂ വലിയ കുട്ടികളുടെ കൂടെ അവൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കുറേ നമ്മളെ തലേ ദിവസം എല്ലാവരും ഇരുന്നിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ പൊളിക്കുന്ന വീഡിയോസും എല്ലാവരും ഇരുന്ന് കഥ പറയുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അത് പിന്നെ അവരെ കൂടെ അങ്ങനെ ഇരുന്ന് അങ്ങനെ അങ്ങ് പോയിട്ടോ, എടുക്കാൻ പറ്റിയില്ല. അതായത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇടണമെന്നുണ്ട്, പക്ഷേ നമുക്ക് കോപ്പി റൈറ്റ് ആവും. സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് ആയിക്കഴിഞ്ഞാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് കേട്ടോ ഇടാത്തത്. അങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ സൗണ്ട് വേറൊരു സൗണ്ട് വരുമ്പോൾ ചിലപ്പോൾ കോപ്പി റൈറ്റ് വരും. അന്നേരം ഞാൻ ഇതിൽ മുന്നേ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഇങ്ങനെ കോപ്പി റൈറ്റ് വീഡിയോസ് ആയതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ. നമ്മൾ നെറ്റൊക്കെ തീർത്ത് അപ്ലോഡ് ചെയ്യും, പക്ഷേ അത് കോപ്പി റൈറ്റ് പോവും. അന്നേരം പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതായത് ആ കുഞ്ഞാപ്പൂനെ ആ ചേട്ടൻ പാട്ട് പാടിയപ്പോൾ താഴെ ഇറക്കി വിട്ടു. നമ്മൾ താഴെ ഇറക്കി കൊടുത്തായിരുന്നു കേട്ടോ. അവൾ പിന്നെയും അവിടെ തന്നെ നിന്ന് കളിക്കുക, വരികയില്ല. അതിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പോഴുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു 10-10:30 ആയിട്ടുണ്ടാവും. 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവളെ ചെറിയച്ഛനാണ് കേട്ടോ അത്. പിന്നെ ബാക്കിയൊക്കെ നമ്മളിവിടെയൊക്കെയുള്ള കുട്ടികളാണ്. പിന്നെ അവരെ കുടുംബക്കാർ കുട്ടികളുണ്ട് കേട്ടോ കുറച്ച്. ബാക്കി 3-4 പേരൊക്കെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. അന്നേരം അവൻ ഇങ്ങനെ അവളെ കളിപ്പിക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. അവൾക്കിങ്ങനെ വേറൊരാൾ കളിപ്പിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. അവൾക്ക് സ്വന്തമായിട്ട് അവളെ മൈൻഡ് എങ്ങനെയാണോ ആ രീതിയിലേ അവൾ കളിക്കുള്ളൂ. വേറൊരാൾ അവളെ കളിപ്പിക്കാൻ ശ്രമിച്ചാലൊന്നും അവൾക്ക് വരില്ല കേട്ടോ. അരെ കുഞ്ഞാപ്പൂവിൻ്റെ കഥ ഇതിപ്പോൾ ബസ്സിൽ പോയിട്ടും ഇതൊക്കെ തന്നെയായിരുന്നു അവളെ അവസ്ഥ. അവൾ ആര് പിടിച്ചു വെച്ചാലും അവൾ ഇരിക്കില്ല. അന്നേരം നമ്മൾ വലിയ പൈസക്കാരുടെ വീട്ടിലൊക്കെ ഗാനമേളയും പരിപാടികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരുടെ കല്യാണ വീടുകളിൽ രാത്രി ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. തലേ ദിവസം എല്ലാവരും ഒത്തൊരുമിച്ച് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. നല്ല രസമായിരിക്കും. നമ്മൾ ഒരുപാട് പേരെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ഈ കല്യാണ ദിവസങ്ങളായിരിക്കില്ലേ. പഴയ ആൾക്കാർക്കൊക്കെ കഥ പറയാനുണ്ടാവും ഇഷ്ടം പോലെ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെസ്റ്റോൾജി ഉണ്ടാവും ഈ കല്യാണത്തിൻ്റെ സമയത്ത്. അതിലിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കല്യാണം അതും ഇതുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ ആഴ്ചകളിൽ ഉണ്ടാവലുണ്ട്. നേരെ കുറേയൊക്കെ പോകുന്നുണ്ട്, കുറേയൊക്കെ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള രീതികളാണ് കേട്ടോ. നേരെ ഇതൊക്കെ നമ്മളടുത്തുള്ള കുട്ടികളാണ് കേട്ടോ. കുഞ്ഞാപ്പൂവിന് ആര് കളിച്ചാലും ഒരു പ്രശ്നമില്ല. അവളെ രീതിയിൽ അവൾ കളിക്കും. നിങ്ങളെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ആണോയെന്ന് നമുക്കറിയില്ല. അന്നേരം അങ്ങനെയൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അതായത് നമ്മൾ ഇടയ്ക്കുണ്ടാൾക്കൊക്കെ ഇപ്പോൾ വീഡിയോസ് ഇടുന്നുള്ളൂ, എപ്പോഴും ഇടൽ നടക്കുന്നില്ല. ഒന്നാമത്തെ എന്നുമുള്ള രീതികൾ തന്നെയല്ലേ. അന്നേരം നിങ്ങളെയും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല പാട്ടുണ്ട് കേട്ടോ. പാട്ടിടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ പാട്ടിടാത്തത്. പിന്നെ എല്ലായിടത്തും ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ. ഞങ്ങളിത് കൂത്തുപറമ്പായിരുന്നു കേട്ടോ. കല്യാണം ചെക്കൻ്റെ വീട് കൂത്തുപറമ്പായിരുന്നു കേട്ടോ. അന്നേരം അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പൊന്നോ, ചൂടെന്ന് പറഞ്ഞാൽ പെരും ചൂടെന്നായിരുന്നു പറയണം കേട്ടോ. ഇങ്ങോട്ടേക്ക് നമ്മളെ നാട്ടിലേക്കൊന്ന് എത്തിക്കിട്ടിയാൽ മതി നമുക്ക് തോന്നും. നമ്മളെ ചുരങ്ങ് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ തണുത്ത കാറ്റ് എവിടെ നിന്നാണ് വരിക. നമ്മൾ ഇരുട്ടത്തൊന്നും അറിയുന്നില്ല, എവിടെ എത്തി എങ്ങനെ എത്തിയെന്നൊന്നും അറിയുന്നില്ല. ബസ്സിലല്ലേ പോണേ. എവിടെയാണ് ഏതാണെന്നൊന്നും അറിയില്ല, സ്ഥലങ്ങളൊന്നും അറിയുന്നില്ല. അതിന് നമ്മളീ കാറ്റ് അടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മൾ ആ വയനാടിൻ്റെ അതിർത്തി എത്തിപ്പോയിന്ന്. ഇത് കല്യാണപ്പെണ്ണാണ് കേട്ടോ. കല്യാണപ്പെണ്ണ് അമ്മായിനെ റെഡിയാക്കി കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് കല്യാണ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കാരണവന്മാരൊക്കെ കുറേ പേര് ഇവിടെ ഇരുന്ന് കഥയൊക്കെ പറയുന്നുണ്ട്, അവരുടേതായ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ താലി കെട്ടുന്ന വീഡിയോ ഒക്കെ എടുത്തത് ദൂരത്ത് നിന്ന് എടുത്തത് കൊണ്ടാണ് കേട്ടോ, ക്ലിയർ ഒന്നും ഇല്ലാത്ത. ഫ്രണ്ടിൽ അവരെ കുറേ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ക്യാമറാമാൻമാരെ കൊണ്ട് നമുക്ക് ഒരിക്കലും വീഡിയോ എപ്പോഴും എടുക്കാൻ പറ്റില്ല. അവരവരെ ഓരോരോ സാധനങ്ങളും കൊണ്ടുപോയി മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ നിൽക്കുന്നവർക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മറ്റുള്ളവർക്കൊരു ഇടങ്ങേറില്ലാണ്ട് എടുക്കുമ്പോൾ വലിയ ക്ലിയറിൽ കിട്ടുന്നില്ല. പിന്നെ നമ്മളെ ഫോണിൻ്റെ ക്ലാരിറ്റി വെച്ച് നോക്കുമ്പോൾ ദൂരത്തുനിന്നൊന്നും എടുത്താൽ വലിയ ക്ലിയറും കാര്യങ്ങളും നമ്മളെ ഫോണിൽ കിട്ടില്ല.
പിന്നെ നമ്മളെ വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ അറിയിക്കണമല്ലോ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എന്തുണ്ടെങ്കിലും വീഡിയോ ഇടുന്നതല്ലേ, അന്നേരം ആ ഒരു രീതിയിലാണ് കേട്ടോ അങ്ങനെ എടുത്തത്. ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അന്നേരം ഇത് നമ്മളെ തലപ്പുഴ അമ്പലത്തിലെ പൂജാരിയാണ് കേട്ടോ. ഇത് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കെട്ട്, അമ്പലത്തിലൊന്നല്ല, പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് താലി കെട്ടിയത്. പൂജാരി നമ്മൾ തലപ്പുഴ അമ്പലത്തിലുള്ള പൂജാരിയാണ് കേട്ടോ. അന്നേരം പെണ്ണിൻ്റെ ആങ്ങളെയാണ് കേട്ടോ ഈ സൈഡിൽ നിൽക്കുന്നത്. പിന്നെ എന്താണ് വിശേഷമുള്ളത്? കുറേ പേര് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ കണ്ടോ, മൊബൈൽ കാണുന്നുണ്ട് അവിടെ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മളെയൊക്കെ കല്യാണ സമയത്ത് ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ, വീഡിയോ ഇല്ല, ഹൽദി ഇല്ല. എൻ്റെ കല്യാണ സമയത്ത് ഹൽദിയും ഇല്ല, വീഡിയോ ഇല്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവങ്ങളേ ഇല്ല. ഇന്നത്തെ കല്യാണം വെച്ച് നോക്കുമ്പോൾ എന്നും പരിപാടി, ഒരു 3-4 ദിവസം ഉണ്ടാവും കല്യാണ പരിപാടി തന്നെ. എത്ര പാവങ്ങളാണെങ്കിലും അവർ ആ ഒരു സമയം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മക്കളെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തും. അത് പിന്നീടും മക്കളെന്നും ഓർത്തിരുന്നാൽ നല്ലതെന്ന് പറയാമല്ലേ. കാരണവന്മാർ എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കില്ലേ മക്കളെ വിവാഹം നടത്തിവിടുന്നത്. ഇപ്പോഴത്തേക്ക് അവസ്ഥ വെച്ച് സ്വർണ്ണമൊക്കെ മേടിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണം. ഇതൊക്കെ നടത്തി നല്ല രീതിയിൽ മക്കളെ കെട്ടിച്ച് വിടും. കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴേ ഉണ്ടാവുള്ളൂ അവരൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ. അത് കഴിയുമ്പോൾ അതൊക്കെ മറന്നു പോകുന്ന കുട്ടികളുടെ, എല്ലാവരെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. അന്നേരം അങ്ങനെയൊന്നും മറന്നു പോകാതെ അവർ വന്ന വഴി മറക്കാതെ എന്നും ജീവിക്കുക. അച്ഛനെയും അമ്മേനെയും ഒരിക്കലും മറക്കാതിരിക്കുക. കാരണം അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അന്നേരം പിന്നെ ഇതാ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബസ്സിൽ കയറിയിട്ടോ. ചെറിയ ബസ്സായിരുന്നു, കൊണ്ട് കുറഞ്ഞ ആളെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഇതാ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇത് ബസ്സിൽ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എന്താ പറയുക, ഇങ്ങനൊരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ പോക്കില്ല അങ്ങനെ എവിടെയും, അങ്ങനെ കല്യാണത്തിൽ ഇതിനൊക്കെ ഉണ്ടോ. ഇതൊക്കെ നമ്മളടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ. എല്ലാം ഭയങ്കര ഡാൻസ് ചെയ്തു. ഡാൻസ് കളിക്കാത്ത നമ്മളെല്ലാവരും ഡാൻസ് കളിച്ചു. നമ്മൾ വീഡിയോ നടത്തിയിട്ടില്ലുള്ളൂ കേട്ടോ. കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കുഞ്ഞാപ്പും കുറേ നേരം കളിച്ചു. പിന്നെ അവൾ ഉറങ്ങുന്ന ടൈമിൽ ഞാനും പോയി കുറച്ച് നേരം കളിച്ച്. കുട്ടികളൊക്കെ ഫുള്ള് എന്താ പറയുക അവരുടേതായ രീതിയിൽ അങ്ങനെ പോയിട്ടോ. ഈ ചേച്ചി നന്നായി കളിക്കുന്നുണ്ട്. അത് പെണ്ണിൻ്റെ അമ്മായിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് കളിക്കുക. ചേച്ചി എത്ര കളിക്കാനറിയാത്ത ആൾക്കാർ അടിപൊളിയായിട്ട് കളിപ്പിക്കും കേട്ടോ. ചേച്ചീൻ്റെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ എനർജി വരും. അതാണ് ചേച്ചീൻ്റെ ഒരു പ്രത്യേകത. നല്ല അടിപൊളിയായിട്ട് കളിക്കുമ്പോൾ പുള്ളിക്കാരത്തി ഈ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കുടുംബശ്രീൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു മടിയോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നമ്മളെ കുഞ്ഞാപ്പൂനെ പറഞ്ഞ പോലെ അവസ്ഥയാണ്. സ്റ്റേജും പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പിന്നെ ഇരുടായിട്ട് രാത്രി കഴിഞ്ഞപ്പോൾ ക്ലിയറൊന്നും ഇല്ല. നമ്മളെ ലൈറ്റ് മിന്നി കളിക്കുന്നതിൻ്റെ ലൈറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഒച്ചക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഞാൻ കുറച്ച് നേരം കിടന്നൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വോയിസ് ഇടാൻ വേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഒച്ചക്ക് ചെറിയൊരു പ്രശ്നം. ഇന്നലത്തെ ക്ഷീണം നല്ലോണം ഉണ്ട്. ഒന്നാമത്തെ ചൂട് കൊണ്ടുള്ള പ്രശ്നം വല്ലാതെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ മൂത്തമ്മയാണ് കേട്ടോ. ഒരു പ്രായഭേദമന്യേ ഇന്ന് പറഞ്ഞ പോലെ വയസ്സായവരും ചെറിയ കുട്ടികളും ഒരു പ്രായത്തിലുള്ളവർ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളിയായിരുന്നു. അന്നേരം ഇതിനകത്ത് നമ്മളെ കല്യാണത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ലേശമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞാപ്പൂ ഭയങ്കര സൂപ്പർ സ്റ്റാറായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ കല്യാണത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇവർക്ക് 3 പേർക്ക് വാങ്ങിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. കുഞ്ഞാപ്പൂ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അവളെ കാണാൻ. അതായത് നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ശ്യാമേട്ടൻ ഇതിൽ എവിടെയും കാണില്ല കേട്ടോ. മൂപ്പരുതായ രീതിയിൽ ബിസിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കാണാത്തത്. അന്നേരം എല്ലാവർക്കും ഓക്കെ ബായ്.